പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂൺ മാസം 29 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം പറഞ്ഞാട്ട് എല്ലാവരും അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മുടെ അത്ഭുതമായി നടത്തിയതിന് കൈകളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞു. എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തി, എത്ര അതിശയകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തി. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരുന്നു. ഇന്നലത്തെ സഭായോഗത്തെ അനുഗ്രഹമാക്കി തീർത്തു. എല്ലാത്തിനും കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ആരും മൗനമായിരിക്കാതെ അല്പസമയം കർത്താവിന് ഏകാഗ്രതയോടെ ഒന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഹല്ലേലൂയ ഞങ്ങളെ കാത്തുപരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം പറയാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അതെ, ഇന്ന് പ്രഭാതത്തിലും കർത്താവിനെ നമുക്ക് സ്തുതിക്കുവാൻ കർത്താവ് അവസരം തന്നിരിക്കുക. സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. അമേൻ അമേൻ. കർത്താവിനെ സ്തുതിക്കുന്നതിനകത്ത്, ആരാധിക്കുന്നതിനകത്ത് അല്പം പോലും മടി കാണിക്കാതെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ പ്രസൻസ് ഒഴുകി വരുവാനിട വരും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കും കരുതലിനുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറഞ്ഞു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ. ആമേൻ. ശരീരത്തിൽ ദൈവിക ബലവും കൃപയും വ്യാപരിക്കട്ടെ. ആത്മാവിൻ്റെ വലിയ പകർച്ചകൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ ഇവരുടെ അകക്കണ്ണുകൾ പ്രകാശിക്കപ്പെടട്ടെ. ഇവർ സൽപ്രവൃത്തികൾ സമ്പന്നന്മാരായി തീരട്ടെ. ഇവരുടെ മേലുള്ള ദൈവകൃപ വർദ്ധിച്ചു വരട്ടെ. ഇവരുടെ സ്നേഹം വർദ്ധിച്ചു വരട്ടെ. ഇവർക്ക് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. ഇവർക്ക് മനുഷ്യരോടുള്ള സ്നേഹം വർദ്ധിച്ചു വരട്ടെ. ഇവരുടെ സ്നേഹം പ്രസിദ്ധമായി തീരട്ടെ. ഹല്ലേലൂയ. ഇവരുടെ വിശ്വാസം പ്രസിദ്ധമായി തീരട്ടെ. ക്രിസ്തുയേശുവുള്ള ആഴമേറിയ വിശ്വാസമുള്ളവരായി ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരെല്ലാവരുമായി തീരട്ടെ. ഇവരെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മറച്ചു പ്രാർത്ഥിക്കുന്നു. രോഗം എന്തെങ്കിലും രോഗത്തിൻ്റെതായ അനുഭവങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ എല്ലാവരും സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, സ്വസ്ഥമാകട്ടെ, ആനന്ദം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. സാമ്പത്തികമായ ആവശ്യങ്ങളിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ. കർത്താവിന് വലിയ ഗ്ലോറി തൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിന് സ്തോത്രം ചെയ്തു. നാളെ നടക്കുവാനുള്ള സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വലിയ മഹത്വം ആമേൻ നാളത്തെ സഭായോഗങ്ങളിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ചയാപ്പയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ദൈവ സാന്നിധ്യത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണെന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് നമ്മളെ എല്ലാ നിലയിലും വ്യത്യസ്തന്മാരാക്കി തീർക്കും. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് തികഞ്ഞും വ്യത്യസ്തന്മാരാക്കി തീർക്കും. അതായത് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളുടെ ഉള്ളിൽ വസിക്കുക. നമ്മളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുക, നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മൾ ദൈവത്തെ ക്യാരി ചെയ്യുന്നവരാണ്, ദൈവ സാന്നിധ്യത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. ഈ വലിയ ബോധ്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. ആമേൻ. ആ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാമായി. ഒരാളുടെ കൂടെ ദൈവമുണ്ടെന്ന് ഒരാൾക്കൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ അവനെ പിന്നെ പിടിച്ചാൽ കിട്ടുമോ? ഇല്ല. അവൻ എല്ലായിടത്തും അവൻ ആ ബോധ്യം വേണം. ഇന്ന് ദൈവസഭയ്ക്ക് വേണ്ടത്, അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടത്, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുവെന്നും ഞാൻ ദൈവത്തെ ചുമക്കുന്നവനാണ്, ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തെ ചുമക്കുന്നവനാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ആവശ്യം. ഹല്ലേലൂയ. എന്നിട്ട് ആ സാന്നിധ്യത്തെ നമ്മൾ എന്നാ ചെയ്യണം? അനുഭവിക്കണം. പറയണം,
കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ ഉള്ളതിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങൻ്റെ ഉള്ളിൽ വസിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ എൻ്റെ ശരീരത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന കർത്താവേ, എപ്പോഴും ഇത് നമ്മൾ അക്നോളജ് ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യം നമ്മളിത് വിശ്വസിക്കണം. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് ഫസ്റ്റ് നമ്മൾ വിശ്വസിക്കണം. ഒന്നാമത്തെ പടിയാണ് നമ്മൾ വിശ്വസിക്കണം. അത് ദൈവവചനമാണ്. ദൈവവചനത്തിന് മാറ്റമില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടതാണോ? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞതോടുകൂടി ദൈവത്തിൻ്റെ മന്ദിരമായി മാറി. പഴയ നിയമത്തിൽ ദൈവം വസിച്ചിരുന്ന പർവ്വതങ്ങളിൽ ഇറങ്ങി വന്നിരുന്നു, ആലയങ്ങളിൽ അല്ലെങ്കിൽ സമാഗമന കൂടാരങ്ങളിലൊക്കെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നിവിടായി നമ്മുടെ ഉള്ളിലായിത്തീരും. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമായി അതങ്ങ് വിശ്വസിക്കണം. 2, അതെപ്പോഴും നമ്മൾ പറയണം. എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മൾ ആ ദൈവ സാന്നിധ്യം ഉണ്ടെന്നുള്ള ആ ബോധം നമുക്കുണ്ടാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപത്തെ അകറ്റും. ജീവിത വിശുദ്ധിയിലേക്ക് വരുവാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. കാരണം നമുക്കൊരു ബോധ്യം വരും, അയ്യോ, ഞാൻ പാപത്തിൽ ജീവിക്കുവാനുള്ളവനല്ല, കാരണം ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉള്ളവനാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ ഞാൻ എങ്ങനെ സൂക്ഷിക്കണം? വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ അശുദ്ധമായതൊന്നും കയറാൻ നമ്മൾ തന്നെ അനുവദിക്കത്തില്ല. കാരണം നമ്മുടെ കോൺഷ്യസ്നസ് ഇത് വിശുദ്ധമാണ്, ഇത് പ്രത്യേകതയുള്ളതാണ്, ഈ മന്ദിരം ദൈവത്തിൻ്റെതാണെന്ന് നമുക്ക് ബോധ്യം വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ശുദ്ധീകരിക്കുവാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ പാപത്തെ വിടുവാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. അപ്പോൾ കോൺഷ്യസ്നസ്, നമുക്ക് ബോധ്യം വേണം, നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലായി നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇനി നമ്മൾ വിശ്വസിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പ്രഖ്യാപിക്കണം, ആമേൻ, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ വഹിക്കുന്ന ഒരു പാത്രമാകുന്നു. ആമേൻ. എല്ലാ ദിവസവും ഞാൻ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നത്, ഞാൻ ദൈവ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്, ഞാൻ ദൈവ സാന്നിധ്യത്തിലാണ് ഉറങ്ങുന്നത്. ഞാൻ എവിടെ ചെന്നാലും അവിടെ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊരു ബോധം അങ്ങ് ഉണ്ടാകണം. നിങ്ങൾക്കറിയാമോ, ഈ സാന്നിധ്യത്തിനകത്ത് എല്ലാം ഉണ്ട്. സാന്നിധ്യത്തിനകത്ത് അനുഗ്രഹമുണ്ട്, സാന്നിധ്യത്തിനകത്ത് സമൃദ്ധിയുണ്ട്, സാന്നിധ്യത്തിനകത്ത് സന്തോഷമുണ്ട്, സാന്നിധ്യത്തിനകത്ത് രോഗസൗഖ്യങ്ങളുണ്ട്. ഇതെല്ലാം ദൈവിക സാന്നിധ്യത്തിനകത്ത് എല്ലാമുണ്ട്. ഇന്ന് ദൈവസഭ അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഇതങ്ങ് തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ ഈ ലോകത്തിൽ അത്ഭുതകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും, അസാധാരണമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. ആമേൻ. ഇത് നമ്മൾ എളുപ്പവഴി 3 കാര്യങ്ങളാണ് പറഞ്ഞു. 1, വിശ്വസിക്കണം. 2, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. 3, ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അധരം തുറന്ന് ഡിക്ലെയർ ചെയ്യണം. എന്നിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ചുമക്കുന്നവനാണ്, ഞാൻ ചെല്ലുന്നിടത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ഇത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. നമ്മൾ ചെന്നതിന് ശേഷം നമ്മൾ എവിടെ ചെല്ലുന്നു അവിടെ ദൈവ സാന്നിധ്യമാണ്. അത് എവിടെ ആണെങ്കിലും, ഏത് ദേശത്താണെങ്കിലും, എത്ര കുരിരിൽ നിറഞ്ഞ ദേശമാണെങ്കിലും, നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് വെളിപ്പെടും, ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. നിങ്ങളുടെ ഭവനം ദൈവ സാന്നിധ്യമുള്ളത്, നിങ്ങളുടെ ഓഫീസ് ദൈവ സാന്നിധ്യമുള്ളത്, നിങ്ങളുടെ വാഹനം ദൈവ സാന്നിധ്യമുള്ളത്, നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് മുന്നേറുക. ദൈവ സാന്നിധ്യത്തിനകത്തുള്ള സകല നന്മകളും അനുഭവിക്കുവാൻ കഴിയും. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.